ഹായ് ഓൾ, നമ്മളിന്ന് പോകുന്നത് കരിക്കോട് മൂന്നാംകുറ്റിയിലാണ് പോകുന്നത്. എൻ്റെ കസിൻ്റെ മോളുടെ 7th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ഗെറ്റ് ടുഗെദർ പോലെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞ് സെലിബ്രേഷനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്ററും ലോയും എൻ്റെ മോളെ ഇന്നൂസിനെയും ഞങ്ങൾ പള്ളിമുക്കിൽ നിന്ന് പിക്ക് ചെയ്തു. നേരെ ഇതാ ബർത്ത്ഡേ വീട്ടിലെത്തി. ഇവിടെ വന്നപ്പോഴത്തേക്ക് വൻ സെലിബ്രേഷനാണ്. അടിപൊളി വൈബായിരുന്നു കേട്ടോ. അപ്പം ദുബായും ഞാനും സിസ്റ്ററും ലോയും പിള്ളേരെല്ലാം ബ്ലാക്ക് ആയിട്ടിരുന്നത്. അപ്പോൾ ചെന്നപ്പം കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ദുവാക്ക്. പിന്നെ ദുബായും ഇച്ചൂസും എല്ലാം അസക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തു. അസക്കുട്ടി ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി തീമായിരുന്നു കേട്ടോ. സ്നോ വൈറ്റും അവളുടെ ഡ്രസ്സും അവളുടെ കേക്കും പക്ക വെറൈറ്റി ആയിരുന്നു കേട്ടോ. കേക്ക് ആരാ ചെയ്യിപ്പിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. ഇതുവരെ ഇങ്ങനൊരു കേക്ക് ഞാൻ കണ്ടിട്ടില്ല. ഡെക്കറേഷനും എല്ലാം നല്ല വൈബായിരുന്നു കേട്ടോ. അവർ റിസോർട്ടിലൊക്കെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ മഴ പേടിച്ചിട്ട് അവർ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഞങ്ങളെല്ലാം നിന്നിട്ടൊരു ഫോട്ടോ എടുത്തു. പക്ഷേ ഇക്കായെ കണ്ടില്ല കേട്ടോ. കുറേ വെയിറ്റ് ചെയ്തു, ഇക്ക വന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ പിള്ളേർ 3 പേരും കൂടി നിന്നു, അവരുടെയും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാനിങ്ങനെ ഓടി നടന്ന് എല്ലാവരെയും കണ്ടു. കുറേ നാളായില്ലേ, അപ്പോൾ ഒരു ഗെറ്റ് ടുഗെദർ പോലെ ആവുമല്ലോ ബർത്ത്ഡേ ആയതും. പിന്നെ ഇത് മോളുടെ കസിൻ പാട്ടൊക്കെ പാടി. പിന്നെ ഇതെൻ്റെ കുഞ്ഞുമായാണ്, അസാടെ വാപ്പി. അവരൊക്കെ ഭയങ്കര വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരെയും വീഡിയോസൊക്കെ ഞാൻ ഒന്ന് എടുത്തു. കുറേ പേരുണ്ടായിരുന്നു, അവരുടെ ഫാമിലി, നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും. പിന്നെ അപ്പൂസ് ഇതാ മാമടത്ത് കയറിയിരിക്കുക കേട്ടോ, മാമടത്തിരുന്ന്. പിന്നെ അപ്പൂസ് താഴെ ഇറങ്ങി. പിന്നെ അവർ കുറേ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുവാണ്, കിഡ്സിന് വേണ്ടിയിട്ട് ഗെയിംസും. അപ്പോൾ ദുവായും ഇച്ചൂസൊക്കെ അതാ ഗെയിം കളിച്ചു. അപ്പം കളിച്ച് വന്നപ്പോഴത്തേക്ക് ഇച്ചൂസാണ് ജയിച്ചത് കേട്ടോ. അപ്പോൾ അവൾക്ക് ചെറിയ മൂഡ് ഓഫ് ആയി. പിന്നെ ഇച്ചൂസ് ആയതുകൊണ്ട് പ്രശ്നം വന്നില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കണ്ടല്ലോ, ഒരുപാട് ഫുഡുണ്ടായിരുന്നു, എല്ലാം കഴിച്ചു. പിന്നെ താഴെ വന്നിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ഗുലാബ് ജാമും ഐസ്ക്രീമും ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിരുന്ന് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ എല്ലാം കണ്ടു. അപ്പം എനിക്ക് ചെറിയൊരു വയ്യായ്ക ഉണ്ടായിരുന്നു. പിന്നെ ദുവാക്ക് റിട്ടേൺ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്ന് നോക്കി നമ്മൾ. സൂപ്പർ ഗിഫ്റ്റായിരുന്നു. ഒരു പെൻസിൽ പാക്കറ്റ്, ഒരു ടാബ്ലറ്റ് പെൻ, പിന്നെ ഒരു ബാഗ് എല്ലാം ആയിരുന്നു. പിന്നെ ബർത്ത്ഡേക്ക് അടിപൊളിയായിരുന്നു. നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി.